കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ നിങ്ങളെല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രയുടെ ലക്ഷ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഈ ഭവനത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, നിറവേറേണ്ട വിശേഷങ്ങൾ, ഇവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന വിഷയത്തിൻ്റെ മേലെ ഇടപെടേണ്ട ദൈവികമായ ഇടപെടലുകൾ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. ജോലി, വീട്, വിവാഹം, ജോലി സംബന്ധ ഉയർച്ചകൾ, അതിജീവനങ്ങൾ, എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം, രോഗാതുരമായ അവസ്ഥകൾ, മനസ്സിൻ്റെ സമാധാനക്കുറവുകൾ കർത്താവ് പരിഹരിക്കട്ടെ. ഈ ഭവനം ഇന്ന് ഈ ഏത് വിഷയത്തിന് വേണ്ടിയാണ് കൂടുതൽ തേങ്ങുന്നത്, സങ്കടപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിന് മേലെ കർത്താവിൻ്റെ കാരുണ്യം വിടുതലുണ്ടാകട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവികമായ ശക്തിയാൽ ഞാൻ ഈ ഭവനത്തെ ആശീർവദിക്കുന്നു. പഠിച്ചിട്ട കുഞ്ഞുങ്ങൾ, പരീക്ഷകൾ എഴുതി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയ്ക്ക് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, എല്ലാവരുടെ പഠനങ്ങളെയും പരീക്ഷകളെയും പരീക്ഷാ ഫലങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് സാമ്പത്തിക വിഷയങ്ങൾ, വരുമാന മാർഗങ്ങൾ, കുടുംബജോലി സംബന്ധമായ വിഷയങ്ങളുടെ മേൽ ദൈവികമായ വിടുതലുണ്ടാകട്ടെ. Lord Jesus Christ, pour out His Spirit. Touch with the fire finger, soak with the precious blood, and authority of the Catholic Church with the power of Jesus Christ, with the meritus of the Holy Priesthood, I bless and hallow this home. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി ഇന്നത്തെ മുഴുവൻ സംരംഭങ്ങളെ, യാത്രകളെ, ഉദ്യമങ്ങളെ, ഇടപെടലുകളെ, നീ ചെയ്യുന്ന ഓരോ ജോലികളെയും ദൗത്യങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ ആശീർവാദം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കുടുംബത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്ന് കർത്താവ് സംരക്ഷിക്കപ്പെടട്ടെ. അവിചാരിതവും ആകസ്മികമായ സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ കുടുംബത്തെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ ഗുണപ്പറപ്പുകളെയും മോചിപ്പിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നീക്കുവാമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്താ പദ്ധതികളാണ് ലോകത്തെ എപ്പോഴും നയിച്ചിട്ടുള്ളത്. ചിന്താ പദ്ധതികളിൽ എപ്പോഴും മനുഷ്യനെ നന്മയുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ട് ചിന്തിക്കുന്നവരുണ്ട്, മനുഷ്യനെ തിന്മയുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ട് ചിന്തിക്കുന്നവരുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ താൻ തന്നെ ഏത് പക്ഷത്ത് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പെസിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒപ്റ്റിമിസം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു നന്മകളെ കാണുന്നതാണ്. പെസിമിസം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ മോശം വശങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഓരോരോ കാലങ്ങൾ ഈ മനസ്സെന്ന് പറഞ്ഞ സംഭവമില്ലേ, അത് ഒരു പ്രത്യേക ആംബിയൻസിൽ പ്രവർത്തിക്കുമ്പോൾ വേറെ ഒരു ഉൽപ്പന്നം ഉണ്ടാകും. ഇപ്പോൾ 1944 സാർത്തർ എന്ന് പറയുന്ന ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കോട്ട് പറയണത് ദ അതർ ഈസ് ഹെൽ എന്ന് പറയണത് സാത്ര. അവരൻ എന്ന് പറയുന്നത് നരകമാണെന്ന് പറയും. അവരൻ നരകം. അതിന് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലഭിക്കാനുള്ളത് മറ്റൊരാൾ തട്ടിയെടുക്കും. ഇപ്പം ഞാനൊരു വിഷയത്തിന് വേണ്ടി, ഒരു സിനിമ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അപ്പം അടുത്ത ആളെ വെച്ചുകൊണ്ട് ആ ടിക്കറ്റ് തീരുകയാണെങ്കിൽ അയാളില്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയനമല്ല. അപ്പം എനിക്ക് കിട്ടിയനമല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് മറ്റുള്ളവർ ഹെല്ലാകണത്. അപ്പോൾ എനിക്ക് കിട്ടാനുള്ളൊരു മറ്റുള്ളവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ വെച്ചാണ് ഈ നരകം രംഗത്ത് വരണത്. നരകം നമ്മൾ തന്നെയാണ്, നമ്മൾ കാണുന്ന പോലെ ഇരിക്കും. നരകം എന്ന് വെച്ചാൽ ബൈബിളിൽ പറഞ്ഞ നരകം നമ്മൾ തന്നെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ നരകത്തെ സൃഷ്ടിക്കാൻ പറ്റും നമ്മുടെ രീതിയിൽ. അപ്പം മറ്റുള്ളവൻ അതൊരു മൂല്യമുണ്ട്, വാല്യൂ ആണ്. അതർ ഈസ് ദ ഹെൽ എന്ന് പറയണത്. ഇപ്പം റാൾഫ് വാൾഡോ എമേഴ്സൺ അങ്ങനെ ഒരു ചിന്തകനുണ്ടായിരുന്നു, അമേരിക്കൻ ചിന്തകനാണ്. അദ്ദേഹം പറയണത്, യു ആർ വാട്ട് യു തിങ്ക് ഓൾവേസ്. നീ എന്താണ് ചിന്തിക്കണത് അതാണ് നീ എന്ന്. അപ്പം മറ്റു മനുഷ്യർ നരകമാണെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, യൂറോപ്പിൻ്റെ ഒരു കാലഘട്ടമാണ്. പക്ഷേ ബൈബിൾ പറയണത്, പ്രത്യേകിച്ച് പുതിയ നിയമം പറയും, ഇത് അതർ ഈസ് ഹെൽ എന്നല്ലേ പറഞ്ഞ, അതർ ഈസ് ഹെവൻ എന്ന് പറയും. അതാണ് ബൈബിള് ലോകവും തമ്മിലുണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ്റെ കാര്യം. അതാണ് കാര്യം. ലോകം ഉപയോഗിക്കുന്ന മൂല്യമല്ല ബൈബിൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം തന്നെ ഈശോ തന്നെയാണെങ്കിൽ തന്നെയെങ്കിൽ 25:34 അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾക്ക് അഭയമേറലേ. ഇപ്പം ആ അതർ എന്താണ് അവിടെ? ദി അതർ അത് ഹെല്ലല്ല, ശരിക്കും എന്താണ്? ഹെവനാണ്. മറ്റു മനുഷ്യർ എനിക്ക് സ്വർഗം ദൈവത്തിൻ്റെ കൂടെ ദൈവസ്ഥമാകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്താണ്? ഇത് അതറാണ്. അതർ ഈസ് മൈ ഹെവൻ. പക്ഷേ ബൈബിൾ അതാണ് യൂറോപ്പിനെ പഠിപ്പിച്ചതെങ്കിലും പിന്നീട് യൂറോപ്പിൽ ദൈവത്തെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ അതർ ഹെല്ലായി. അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളികളൊക്കെ ചിലയിടത്തൊക്കെ പൊളിക്കേണ്ടി വരുന്നതിൻ്റെ കാരണത്താൽ മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിലുള്ള പള്ളി എത്രയോ നേരത്തെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്രിസ്തുവിൻ്റെ ഒരു ഡിസിപ്ലിനുണ്ട്. ആ മനുഷ്യൻ്റെ വന്യതയ്ക്ക് ഈ ഡിസിപ്ലിന് ചിലപ്പോൾ വഴങ്ങാത്ത രീതിയിൽ ചില ആൾക്കാർ സ്വാതന്ത്ര്യം പ്രാപിക്കും. അതുകൊണ്ടാണ് എല്ലാവിധ നവോത്ഥാനങ്ങളെയും സഭ പോസിറ്റീവായിട്ട് എടുക്കാത്തതിൻ്റെ കാരണം. കാര്യം വെച്ചാൽ പലത് ക്രിസ്തുവിനെ മാറി നിർത്തിയിട്ട് എന്ത് നവോത്ഥാനം ഉണ്ടായിട്ടും സഭയ്ക്ക് അവിടെ സ്പേസൊന്നുമില്ല. സഭ സൃഷ്ടിക്കപ്പെട്ടത് ലോകത്ത് നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. നവോത്ഥാന മൂല്യങ്ങൾ പക്ഷേ ബൈബിളിൻ്റെതാണ്. പക്ഷെ അത് ദൈവേതരമായിട്ടാണ് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അതിനകത്ത് അവർ മാനവികം എന്നൊക്കെ പറയും. ഈ മാനവികം എന്ന് പറഞ്ഞാലും മാനവികത്തെ ഇത്രയും സപ്ലിമേറ്റ് ആക്കിയെടുത്തതിൽ, മാനവികത ഇത്രയും ദൈവികമാക്കിയെടുത്തതിൽ ബൈബിള് ഒരു ഈസ്റ്റ് ചേർന്ന പോലെ, മാവിൽ ഈസ്റ്റ് ചേർന്ന പോലെ ശരിക്കും മനുഷ്യത്വത്തെ വളർത്തിയിട്ടുണ്ട്. കാര്യം ബൈബിളിൻ്റെ വാല്യൂ സിസ്റ്റം അതാണ്. അതർ ഈസ് ഹെവൻ. നോൻപിൻ്റെ കാലമാണിത്. ഒത്തിരിയേറെ ഉപപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. ഉപപ്രവർത്തനങ്ങൾ വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുക്കുക, അതുപോലെ തന്നെ ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുക. ആ കൊടുക്കുന്നത് മാത്രമല്ല, അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊടുക്കണം. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കുന്നതെങ്കിൽ ഞാനതിന് പ്രതിഫലം നൽകുമെന്ന്. അതെന്താണ്? ഹെവനാണ് പ്രതിഫലമായിട്ട് നൽകുന്നത്. ക്രിസ്തു തൻ്റെ രാജ്യത്തെ തന്നെയാണ്, ആ രാജ്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനം നമ്മളുടെ ജീവിതത്തിൽ ഈ ഭൗതിക ലോകത്ത് സംരംഭ്യമാകുന്നതിന് വേണ്ടിയാണ് നമ്മളെ മറ്റുള്ളവരെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് കാണുവാനും അവരെ ദൈവത്തിൻ്റെ മുഖം അവരെ കാണുവാൻ വേണ്ടി നമ്മൾ തന്നെ ദൈവത്തിൻ്റെ മുഖം സ്വീകരിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് സുവിശേഷം സ്വീകരിക്കുന്നത്. ഈ നോൻപ് കാലത്ത് നിങ്ങൾക്ക് പ്രത്യേക ഉത്തേജനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമായിരിക്കും. ദൈവം തന്നെ കൽപ്പന എന്താന്ന് നോക്കിയേ, വായിച്ചേ. 1 കൊരിന്തോസ് 14:1 സ്നേഹമായിരിക്കട്ടെ. പറഞ്ഞ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ വാശിയല്ല, വൈരാഗ്യമല്ല, വെറുപ്പല്ല, ഒന്നുമല്ല. ഇവിടെ ചിലപ്പോൾ തോറ്റ് കൊടുക്കേണ്ടി വരും. കാര്യം എന്താണ്? നീ സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനസ്ഥാനം, നീ ഏറ്റെടുത്തിരിക്കുന്ന കൃപ തോറ്റവൻ്റെതാണ് അല്ലേ? തോറ്റവൻ്റെതല്ലേ? തോറ്റവൻ്റെ ഉടമ്പടിയാണ് നീ ചെയ്തിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ ചിലപ്പോൾ തോറ്റെന്നിരിക്കും, പക്ഷേ ഈ തോൽവി അന്ത്യമല്ല. കൈയടിച്ച് കർത്താവിനെ കൈവിശുകൊണ്ട് എൻ്റെ മക്കളെ, ഇതിൻ്റെ വിഷയം ഇത് ദൈവം ഒരുക്കുകയാണ് ശരിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു കേസ് ഹിസ്റ്ററി പറഞ്ഞില്ലേ, ഹസ്ബൻഡിനെ വഴക്ക് ഇല്ലാത്ത സമയത്ത് ഹസ്ബൻഡ് അമ്മയോട് പോലും പറയാതെ അവൾ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നീ എന്തെന്ന് ഉപയോഗിക്കുമ്പോഴാണ് നിൻ്റെ വീട്ടുകാരും നാട്ടുകാരും വന്ന് പറയണത് നിന്നെ പിശാചിൻ്റെ ഉപകരണങ്ങളായിട്ട് മാനുഷികമായ വാശിയും വൈരാഗ്യമാണ് പറയണത്. എടാ പോത്തെ, നീ അവിടെ ചെന്ന് അപ്പോൾ നീ പറയും ഞാൻ ചെന്ന് വിളിക്കട്ടെ, കുഞ്ഞുങ്ങളെ കാണാതെ പറ്റണില്ലെന്നൊക്കെ പറയാൻ പറയുമ്പോൾ എടാ നീ എന്ത് വിഡ്ഢിയാണ്, നീ എന്ന് വിളിച്ചാൽ ഇനി അവൾ ഇതിൻ്റെ അപ്പുറത്ത് കാണിക്കും. അതിൻ്റെ അപ്പുറത്ത് അത് മനുഷ്യൻ്റെ ഉപദേശമാണ്. ദൈവത്തെ അറിയാൻ പാടില്ലാത്ത പേപ്പട്ടികൾ നിങ്ങളെ എങ്ങനെയും വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. പേപ്പട്ടികളെ അത് ചിറ്റപ്പനായാലും ആൻറ്റി ആയാലും ശ്രദ്ധിക്കരുത്. നിങ്ങൾ അവരെ വിട്ടു പോരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1 കൊരിന്തോസ് 6:17 നിങ്ങൾ അവരെ വിട്ടു പോരൂ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടുപോരാൻ ഈശോൻ പറയും നിങ്ങൾ അവരെ വിട്ടുപോരേണ്ടവരെ വിട്ടുപോരുക തന്നെ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഒഴിവാക്കണമെന്നല്ല, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ അവരെ ഈശോൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അവരെ വിട്ടുപോരൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധന്മാരാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
മത്തായി 15:14. മത്തായി 15:14. അവരെ വിട്ടേക്കൂ, അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ നിങ്ങളെ കുഴി കൊണ്ട് ചാടിക്കാൻ മാത്രം ക്രിസ്തുവിനെ മാറ്റി നിർത്തി, ദൈവത്തിൻ്റെ സ്നേഹത്തെ മാറ്റി നിർത്തി ആര് ഉപദേശം തന്നാലും അത് അന്ധന്മാരാണ് തരണത്. അന്ധനെ നയിച്ചാൽ എന്ത് പറ്റും? രണ്ടുപേരും കുഴി വീഴുമെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുഴി വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്നു പറയുമ്പോൾ ചിലപ്പോൾ അവർ തോന്നിവാസം ഇങ്ങോട്ട് പറയും. അപ്പോൾ നമുക്ക് അവർ നമ്മൾ ചെയ്യാത്ത കാര്യമൊക്കെ അവർ പറയണത്. ഇവൾ പറഞ്ഞിരിക്കുന്ന കുശുമ്പും കുഞ്ഞായ്മയും തോന്നിവാസമായിരിക്കും, കേട്ടിട്ടായിരിക്കും അവരിങ്ങോട്ട് വിളമ്പണത്. പക്ഷെ നമ്മളൊന്നും മിണ്ടത്തില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് വെച്ചാൽ സാധാരണ ഒരു വെല്ലുവിളിയാണ്. ഇവിടെ എന്താണ്? ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കണമുണ്ട്. കൂദാശയുടെ ബലമുണ്ട്. ക്രിസ്തുവിനെ പിരിയരുത്, കാരണം നിത്യതയാണ് ലക്ഷ്യം. കൈയടിച്ച് കർത്താവേ ഇത് നമ്മളിങ്ങനെ ഓർപ്പിച്ച് തരണം. ഇപ്പം ഈശോ നേരത്തെ എന്താ പറഞ്ഞത്? സ്നേഹത്തിൻ്റെ ഇൻഡിക്കേറ്റർ അല്ലേ? സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? എന്ത് സംഭവിച്ചാലും നിത്യതയെക്കുറിച്ച് ചിന്തിക്കും. അയാൾക്ക് ദൈവസ്നേഹം ഉണ്ട്. രണ്ടാമത്തെ എന്നാൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. കൽപ്പന പാലിക്കുമ്പോഴെന്താണ്? കൽപ്പന എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അതാണ് പ്രശ്നം. നിങ്ങളെ പരസ്പരം സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കണത്. അത് മഹാത്മാഗാന്ധിക്കും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്നാണ് പറഞ്ഞിരിക്കണത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച കാര്യം കാണുമ്പോൾ അറിയാമല്ലോ. ഈ കുരിശുരൂപ എന്തുകൊണ്ട് അൾത്താരെ വെക്കണത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എന്താണെന്ന് കാണിക്കാനാണ് സഭയെ. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുരിശുരൂപം അൾത്താരെ വെക്കണത്. തുണിയില്ലാതെ ഒരു വിറക് കഷ്ണത്തെ ഇനി ഒന്നും കയ്യിലില്ല. ആരുടെ കയ്യിലില്ല? യേശുവിൻ്റെ കയ്യിലുമില്ല, പരമപിതാവിൻ്റെ കയ്യിലുമില്ല എന്ന് പറയുന്ന ബൈബിൾ ഭാഗമുണ്ട്. എന്താണ്? നമ്മൾക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നൽകിയില്ലേ? അപ്പോൾ യേശുക്രിസ്തുവിനെ പോലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:32. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? വല്ലാത്ത വൈബ്രന്റ് ആയിട്ടുള്ളൊരു വേർഡാണിത്. എന്താണ്? സ്വപുത്രനെ പോലും. ആ പോലും എന്നുള്ള വാക്കിനാണ് എക്സ്ട്രാ അനോയിൻറ്റിങ് ഉള്ളത്. എന്താണ്? സ്വപുത്രനെ പോലും, ക്രിസ്തുവിനെ പോലും നമുക്ക് വേണ്ടി. അപ്പോൾ എന്തുമാത്രം പരമപിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും നശിക്കാൻ, ഈശോയെപ്പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ നമ്മളൊരിക്കലും നശിക്കാൻ ദൈവം ഒരിക്കലും ഇടവരുത്തത്തില്ല. ഏതെങ്കിലും വഴിയിലൂടെ നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ നിന്നെ വീണ്ടെടുക്കും. കൈയടിച്ച് കർത്താവേ നമ്മളിലൂടെ ഇപ്പം ഈശോ എന്നാ സംസാരിക്കണത്? നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? കൃപയ്ക്ക് മേൽകൃപ. അതിനെന്താ ചെയ്തിരിക്കണത്? അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിമയം ചെയ്യുക. ജീവിതത്തിലുണ്ടാകുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിമയം ചെയ്യുക. ഇങ്ങനെയാണ് കൃപ, ആർജിത കൃപ ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ്. ആർജിത കൃപയെന്ന് പറയണത് ബുദ്ധിപരമായൊരു വിനിമയമാണ്. അവസരങ്ങളെ അവൻ
ഇതാണ് അവസരം എന്ന് നമുക്ക് പറഞ്ഞു തരണത് ആരാണ്? പരിശുദ്ധാത്മാവ്. 14:26 യോഹന്നാൻ 14:26 എന്നാൽ എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അവസരങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നായി പറയണത് മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ റോള് കവനന്റിൽ ഭയങ്കരമാണ്. നിങ്ങൾ കവനന്റിലായിക്കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പാലിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്താണ്? ആ പരിശുദ്ധാത്മാവ് അവസരങ്ങളെ അനുസ്മരിപ്പിക്കും. ടാപ്പിംഗ് ടൈം പറയും, കൃപയുടെ ടാപ്പിംഗ് ടൈം പറയും. ഇപ്പോൾ ആ പെണ്ണുമ്പോൾ വഴക്കിട്ട് പോയില്ലേ? അതാ. അപ്പോൾ ഇവനോട് എന്താ പറഞ്ഞിരിക്കണത്? അവൻ്റെ അമ്മ പറഞ്ഞിരിക്കണത്, എന്നെപ്പോലും ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്നോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവളെ ഇനി വിളിക്കാൻ നീ പോകണ്ട, ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാകത്തില്ലെന്നാണ് അമ്മ പറയണത്. അവർ തോട്ടുമുള്ളിൽ തൊഴിക്കുകയാണ്. കൂദാശയും അമ്മ കാര്യമൊന്നും അവർക്ക് പ്രശ്നമൊന്നുമല്ല. അവർ തോട്ടുമുള്ളിൽ തൊഴിക്കുകയാണ്. എങ്ങനെ ഈ സാധനത്തെ വിഘടിച്ചിട്ട് അവളെ വീട്ടിൽ നിർത്താമെന്നാണ് ഈ പണ്ടാരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാധനത്തിനൊക്കെ ഇവരമ്മയാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ ബാധ്യസ്ഥമില്ല. എന്നെക്കാളുപരി സ്വന്തം മാതാവിനെ പിതാവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് ആവശ്യമില്ല. നിനക്ക് കൈയടിച്ച് കർത്താവേ തീരുമാനിക്കുന്നവൻ യേശുവിൽ തീരുമാനിക്കുക. ഒന്ന്, തീരുമാനിക്കുന്നവൻ നിത്യതയെ മുൻനിർത്തി തീരുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ നിത്യതയെ മുൻനിർത്തി തീരുമാനിക്കുന്ന കൊണ്ടാണ് ഇപ്പം ക്രിസ്തുവിൻ്റെ പല പ്രബോധനങ്ങളും സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഈ ലോകത്തിന് വേണ്ടിയുള്ള പ്രബോധനങ്ങളല്ല. നിന്റെ വലത് കർണത്തെ അടിക്കണവന് ഇടത് കർണം കാണിക്കാൻ പറയണില്ലേ? എന്തുകൊണ്ടാണ്? നീ അടിക്കണവന് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി? നിനക്ക് ക്രോധമായി, വൈരാഗ്യമായി, നിൻ്റെ ആത്മാവിന് കറയായി, നിനക്ക് നിത്യത നഷ്ടമായി. നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് അവസാന നിമിഷം വരെ രക്തം ചിന്തറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ക്ഷമ ഇത്രയും വരെ ആകാം. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭാശീലനാമൻ യേശുവേ, ശാന്തശീലനാമൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ, ഇതിൻ്റെ ഒരു വൈബ്രേഷൻ കണ്ടില്ലേ? ഇത് കർത്താവിൻ്റെ ഓരോ വചനങ്ങളും ലക്ഷ്യം വെക്കുന്നത് കൈച്ചൂണ്ടിയാണ്. വചനങ്ങളെല്ലാം നിത്യതയുടെ കൈച്ചൂണ്ടികളാണ്, കൈച്ചൂണ്ടികൾ. അതുകൊണ്ടാണ് വചനം, പ്രത്യേകിച്ച് വചനം കഠിനമാണെന്ന് കണ്ടാൽ ഓർക്കുക, അത് ഈ ലോകത്തിന് വേണ്ടിയുള്ള വചനമല്ല. സിമ്പിളായിട്ടുള്ള വചനമാണ് ഈ ലോകത്തിന് വേണ്ടിയുള്ളത്. ഇപ്പോൾ ദിവ്യകൃപാനെക്കുറിച്ചുള്ള വചനം കഠിനമാണ്. എന്താ കാര്യം? ദിവ്യകൃപാന നിത്യതയുടെ ഭക്ഷണമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജീവിതത്തിൻ്റെ കഠിനമായ അനുഭവങ്ങളെ
മാർദ്ദവമാക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തോടെ അത് സ്വീകരിക്കാനാണ് എന്നിലൂടെ കർത്താവ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടിയാണത്? നിത്യതയെ ഉദ്ദേശിക്കുന്നതാണത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് നിത്യതയെ നിങ്ങൾ സ്നേഹിക്കാൻ ആദ്യം തീരുമാനിച്ചാൽ ബാക്കിയെല്ലാം എളുപ്പമാകും. നിങ്ങൾ നിത്യതയെ ഒരു ജീവിത ലക്ഷ്യമായിട്ട് കണ്ടാൽ ബാക്കിയെല്ലാം എളുപ്പമാകും. മനുഷ്യൻ്റെ ഇവിടുത്തെ ഭാരം എന്താണ്? നിത്യതയെ അവൻ അവഗണിക്കുന്നതാണ് മറ്റെല്ലാം ഭാരമായി മാറണം. നമുക്ക് നിത്യതയെ അവഗണിക്കുന്നതാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഭാരമായി മാറണത്. കർത്താവിന് എന്താ കുരിശ് ഭാരമായി മാറാതിരുന്നത്? അത് നിത്യതയ്ക്ക് വേണ്ടിയാണെന്ന് ഈശോയ്ക്ക് ആന്തരിക ബോധ്യമുണ്ടായിരുന്നു. അത് പിതാവിനോട് സ്നേഹം ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് ആന്തരിക അഭിഷേകം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഐസയ പറയണത് എന്താണ്? അവൻ സഹനദാസൻ, അവൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ തലമുറയിലെ ആ രക്തത്തിൽ ചവിട്ടി ആ രക്തത്തിൽ നിന്ന് പിറക്കാൻ പോകുന്ന ഒരു തലമുറയെ ഓർത്തുകൊണ്ട് അവന് ഹൃദയ സന്തോഷമുണ്ടായെന്ന്. ദാറ്റ് മീൻസ് ഈശോ കുരിശെടുത്തത് അഭിഷേകത്തിലാണെന്ന് അർത്ഥം. ഐസയ 53 ശ്രുതികട ഹല്ലേലൂയ. ഐസയ 53:10 അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഈ ബോധം എപ്പോഴും ഉണ്ടാകണം. എന്താണ്? അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഒരു ക്ലേശം വരുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ 14:26 വെച്ചുകൊണ്ട് പരിശുദ്ധാത്മ വരും. ഇത് നിങ്ങളുടെ വീട്ടുകാരോ അയൽവാസികളോ കൂട്ടുകാരോ ഉണ്ടാക്കിയ പാരപണിയൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ക്ലേശം വന്നിരിക്കുന്നത് അവിടെ നിന്നാണ് നിങ്ങളെ ക്ലേശങ്ങൾക്ക് ക്രിസ്തുവിനെ പോലെ വിട്ടുകൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങളെ കൃപയ്ക്കുമേൽ കൃപയ്ക്കായ ദൈവം ക്രിസ്തുവിനെ പോലെ വിളിച്ചിരിക്കുന്നു. അത് ആര് പറഞ്ഞു തരേണ്ടതാണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞു തരേണ്ടതാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വോൾട്ടേജ് ഷോർട്ടായി വരുമ്പോഴാണ് ഇതെല്ലാം ഭാരമായിട്ട് പിടിക്കണം. നമ്മളെ എല്ലാം നമ്മൾ പറയാം അവിടെ നിന്നല്ല, ഇത് അവൾ കാണിച്ചതാണ്, ഇവർ കാണിച്ചതാണ്, ഓഫീസിൽ കാണിച്ചതാണ്, പാർട്ടിക്കാർ ചെയ്തതാണ്. ഇങ്ങനെ കുറേ നമ്മൾ എന്തുകൊണ്ടാണ്, അതായത് നമ്മുടെ എല്ലാ ഭാരങ്ങൾക്കും ഉത്തരവാദി മാപ്പ് സാക്ഷികളെയും നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ഓർക്കുക. ആ മാപ്പ് സാക്ഷികൾ ആ പ്രേസങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് കാരി ഓവർ ചെയ്ത് കഴിഞ്ഞാൽ വിഷയം അവിടെ വെച്ച് തീരുകയാണ്. നിങ്ങൾക്ക് ലഭിക്കണ എന്താണ്? നിത്യതയും ക്രിസ്തുവിനെയും കൈയടിച്ച് അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും നാഥാനം, എല്ലാ തോൽവികൾക്കും നാഥാനം, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നന്ദി, നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കുറച്ചു നേരം എഴുന്നേറ്റ് നിൽക്കാം. ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് പാടുക, ശ്രദ്ധി പാടുക. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി.
എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും നാഥാ നന്ദി.